നമസ്കാരം. തമിഴ്നാട്ടിലെ കാട്ട്പാടിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഇന്ന് തിരുവണ്ണാമലയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ട്രെയിനാണ് പോകുന്നത്. പാമണി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ തിരുപ്പതിയിൽ നിന്ന് മന്നാർഗുഡിയിലേക്ക് പോകുന്നതാണ്. 2:10 ഇവിടുന്ന് ട്രെയിനുള്ളൂ. ഇപ്പം 1 മണിയായി. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവാം. ഇവിടെ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉള്ളത്. പിന്നെ വെല്ലൂർ ടൗണിലേക്ക് പോകാനുള്ള ബസ് ഇവിടുന്ന് കിട്ടും. കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന ഭാഗം ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. എന്നിട്ട് പോകാനുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോം എന്നാണെന്ന് നോക്കാം. പോകാനുള്ള പാമണി എക്സ്പ്രസിൻ്റെ പ്ലാറ്റ്ഫോം റെയിൽവേൻ്റെ ആപ്ലിക്കേഷനായ NTS കാണിക്കുന്നത് 5 ആണ്. ഇനിയിപ്പോൾ നേരെ വേർ ഇസ് മൈ ട്രെയിൻ എടുക്കുവാണെങ്കിൽ 4 ആണ്. ഇതിലേതാണ് ശരിയെന്ന് നമുക്ക് ഇന്ന് നോക്കാം. பயணிகளின் கனிவான கவனத்திற்கு வண்டி எண் 1740 திருப்பதி இருந்து வெள்ளூர் கண்டோன்மெண்ட் போலூர் திருவண்ணாமலை வயா மன்னார்குடி வரை செல்லும் பாமணி எக்ஸ்பிரஸ் நடைமேடை 4 இன்னுം சற்று നേരത്തിൽ വന്നു ചേരും. കണ്ടില്ലേ, റെയിൽവേന്റെ ഒഫീഷ്യൽ ആപ്പായ NTS വഴി നോക്കുമ്പോൾ കണ്ടത് 5 ആണ്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ് വേർ ഇസ് മൈ ട്രെയിൻ. അതിൽ കറക്റ്റ് ആയിട്ട് വന്നു. പ്ലാറ്റ്ഫോം നമ്പർ 4 ഇതാ പാമണി എക്സ്പ്രസ് കടന്നു വരികയാണ്. വിജയവാഡ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP4 ആണ് ലോക്കോമോട്ടീവ്. ഈ ട്രെയിനിന്റെ അൺറിസർവ്ഡിലൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സീറ്റിംഗ് ആണ് എടുത്തത്, D6. അതെവിടെയാണ് വരുന്നതെന്ന് നോക്കണം. മിക്കവാറും ഈ ഭാഗത്ത് തന്നെ ആകാം. അൺറിസർവ്ഡിലൊക്കെ നല്ല തിരക്കാണ്. തിരുപ്പതിയിൽ നിന്നേ വരുന്നതായതുകൊണ്ട് ഇവിടെ എല്ലാം ജനറലാണ്. ഇതാ D6. ഇതാണ് നമുക്ക് പോകാനുള്ള കോച്ച്. ഇതിൽ 1, 2 അതാണ്. ഇവിടെ കോച്ച് പൊസിഷൻ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. അധികം നടക്കാനില്ല. ഈ കൊച്ചനായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇതിൽ കയറി വരുന്ന സമയത്ത് തന്നെ ആൾക്കാർ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു മാറണം. അപ്പം തന്നെ അവർ മാറി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കയറിപാട് ഉള്ള ഭാഗത്ത് തന്നെയാണ്. 1, 2 ഇതിൻ്റെ അകത്തെ ഇപ്പോഴത്തെ കാഴ്ച കണ്ട. ഇതിൽ റിസർവേഷൻ അല്ലാത്ത ആൾക്കാരും കയറുന്നുണ്ട്. അതാണ് ഇത്രയും തിരക്ക്. 100 പേർക്ക് പോകേണ്ട കോച്ചിൽ 200 പേര് പോയാൽ എങ്ങനെയുണ്ടാവും? അതാണ് ഈ കോച്ചിൻ്റെ അവസ്ഥ. 2:18 കാട്ട്പാടിന് ഇതാ ട്രെയിൻ എടുത്തു. ഇവിടുത്തെ വിൻഡോ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഈ ചിത്രീകരണത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു വിൻഡോ. ഇനിയിപ്പം ഒരു 3:30 ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. ഇതൊരു നദിയാണേ. അതിലൂടെയാണ് റോഡ്. എവിടെയൊക്കെ മലനിരകളാണ്. വേലൂർ കണ്ടോൺമെന്റ് സ്റ്റേഷനാണിത്. ഇവിടെ TT വന്നിട്ടുണ്ട്. TT വന്നിട്ട് എല്ലാവരും വായിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ആളുകൾ പോകണ്ടേ, ഒരു പരിധിയില്ല പറയുന്നത്. ട്രെയിൻ ഇപ്പോൾ പോലൂർ എന്ന സ്റ്റേഷനിലെത്തി. അടുത്തതാണ് ഇനി ഇറങ്ങാനുള്ള തിരുവണ്ണാമല. ഈ സെക്കൻഡ് സീറ്റിങ്ങിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 65 രൂപയാണ്. ഇതിൽ അൺറിസർവ്ഡ് കോച്ചുകളുണ്ട്, സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്, സ്ലീപ്പർ ക്ലാസ് ഉണ്ട്, തേർഡ് AC ഉണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 ദിവസം സർവീസുള്ള ഒരു വണ്ടിയാണിത്. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെക്കൻഡ് സീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അൺറിസർവ്ഡ് പോലെ തന്നെയാണ്. ഒച്ചപ്പാടും ബഹളും മറ്റുള്ളതായിട്ട് TT എടുക്ക് വന്നിട്ട് അവരോടൊക്കെ മാറുന്നൊന്നും കാര്യമൊന്നുമില്ല. ഈ നമ്മളെ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് കോച്ചുകൾ അത് ജനറലാവുന്നൊക്കെ പറയില്ലേ. അതായത് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നോർത്ത് സൗത്ത് ഇതൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. കാരണം അതായത് നമ്മുടെ കേരളത്തിൽ ഇതേപോലെ സിറ്റുവേഷനിലുള്ള ട്രെയിനുകളൊക്കെ ഉണ്ട്. അതെ, അതുപോലെ തന്നെ ഉണ്ടല്ലോ. ട്രെയിനിന്റെ പേര് പാമണി എന്നാണ്. ഈ പാമണി എന്ന പേര് കിട്ടാൻ കാരണം ഈ ട്രെയിൻ പോകുന്ന മന്നാർഗുഡി തിരുവാരൂർ ജില്ലയിലാണ്. ആ ജില്ലയിലത്തെ ഒരു നദീന്റെ പേരാണ് പാമണി. കാട്ട്പാടിയിൽ നിന്നും 93 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പിതാ തിരുവണ്ണാമലൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 4:10 ഈ ട്രെയിൻ ഇത്ര തിരക്ക് വരാൻ കാരണം തിരുപ്പതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ അൺറിസർവ്ഡ് ടിക്കറ്റൊക്കെ എടുത്ത് കയറി. 2 തീർത്ഥാടന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ടല്ലോ ഇത്. ഇനിയിപ്പോൾ ഇത് നേരെ മന്നാർഗുഡിയിലേക്ക് ഇതാ പോവുകയാണ്. ഫ്ലാഗ് വീശുകയാണിതാ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അതിന് പോട്ടെ.
അതുപോലെ തന്നെ ഇവിടെ റെയിൽവേന്റെ റിട്ടയറിംഗ് റൂം ഉണ്ടോ നോക്കട്ടെ. റെയിൽവേന്റെ റിട്ടയറിംഗ് റൂം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ താമസിക്കാം. അല്ലെങ്കിൽ പിന്നെ അതില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് റൂം എടുക്കാം. ഇവിടെയുള്ള ഡോർമെട്രീസിന്റെയും അതുപോലെ തന്നെ റിട്ടയറിംഗ് റൂമിന്റെ ഒക്കെ താരീഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിരുവണ്ണാമലൈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ റിട്ടയറിംഗ് റൂമൊന്നും എടുക്കുന്നില്ല, കാരണം അതിന് നല്ല കോസ്റ്റ്ലിയാണ്. ഞങ്ങൾക്ക് 24 മണിക്കൂർ നേരത്തേക്കാണ് റൂം വേണ്ടത്. അത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ. പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഞങ്ങളിനി നേരെ ടൗൺ ഭാഗത്തേക്ക് പോവുകയാണ്. ഇതുവഴിയാണ് ടൗണിലേക്ക് പോകാനുള്ളത്. ഞങ്ങൾ ഈ ഒരു ഓട്ടോറിക്ഷയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വന്നാൽ ഇപ്പോൾ ഒരു ടൗൺ ഭാഗത്തേക്ക് എത്തി. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് റൂം നോക്കാം. ഒരുപാട് റൂംസ് എന്തായാലും ഈ ഭാഗത്തായിട്ടുണ്ടാവും. ഈ റോഡ് വഴിയാണ് ഇപ്പോൾ നടന്നു വന്നത്. നല്ലൊരു പ്രോപ്പർട്ടി നോക്കിയെടുത്തു. ഇവിടെ ഒരുപാട് റൂമും സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. 3rd ഫ്ലോറിലാണ് റൂമുള്ളത്. 303. ഇതാണ് ചെറിയൊരു മുറിയാണേ. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 2 ബെഡ് കാണാം ഇവിടെ. നോൺ AC റൂമാണ്. ഇവിടെ ഒരു ഫാനൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റും ബാത്റൂമും ഇവിടെയാണ്. ഞങ്ങൾ 24 മണിക്കൂർ നേരത്തേക്ക് ഈ റൂം എടുത്തപ്പോൾ ആയത് 800 രൂപയാണ്. അതിനുള്ള റൂം എന്തായാലും ഇതുണ്ട്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് തിരുവണ്ണാമലൈ. അതിൻ്റെ ഓരോ കാഴ്ചകളിലേക്കും ഞങ്ങളിനി ഇറങ്ങുകയാണ്. ഈ റൂം എടുത്ത ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതെന്തായാലും ഉപകാരമായി. അതുപോലെ തന്നെ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിലേക്കും. ഈ ഭാഗത്താണ് ഞങ്ങൾ റൂം എടുത്തത്. ഇനി നേരെ ക്ഷേത്രം ഭാഗത്തേക്കുള്ള വഴി ഇതാണ്. ഇവിടെ എല്ലാ ഭാഗത്തും ലോഡ്ജ് സൗകര്യങ്ങളൊക്കെ കിട്ടും. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഈ ടൗൺ ഏരിയയിലേക്ക് വന്നാൽ മാത്രം മതി. വലിയ മലനിരയാണ് മുന്നിലായി കാണുന്നത്. അതിൻ്റെ താഴ്വാരത്ത് തന്നെയാണ് ക്ഷേത്രവും. ക്ഷേത്രഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം. കാരണം ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും തന്നെ കഴിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 4:30 തമിഴ്നാട്ടിലെ ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ഈ ഭാഗത്തൊക്കെ നല്ല വഴികളാണ്, നല്ല വൃത്തിയാണ്. പിന്നെ ഇവിടെ കുറച്ച് തേരുകൾ നമുക്ക് കാണാം. വലിയ 2 തേരും ഒരു ചെറിയ തേരും. ഞങ്ങൾ കൽപ്പാത്തി രഥോത്സവം കാണാൻ പോയ സമയത്താണ് വലിയ തേരുകൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഇപ്പം 1 ഇതുണ്ട്, 2 ഇതാ, 3 അങ്ങതാ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ടീ ഷോപ്പുകളാണ്. ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് കയറിയേ. ഇവിടെ നിന്ന് ഇപ്പം മസാല ദോശ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ആദ്യം തന്നെ ഇതാ 2 നല്ല ഇല വന്നു. ഈ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളിൽ പോയാലും നമുക്ക് ഇല കിട്ടും. മസാല ദോശ കഴിച്ചു തുടങ്ങിയിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനെ കൂടാതെ തന്നെ ഒരു ഫിൽട്ടർ കോഫി കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചട്നി ഉണ്ട്, ഇതാ സാമ്പാറും ഉണ്ട്. ചെറിയ ഗ്ലാസ്സിലാണ് ഫിൽട്ടർ കോഫി വന്നത്. ഞങ്ങൾ തമിഴ്നാട് വരുന്ന സമയത്ത് തന്നെ കൂടുതലും ഫിൽട്ടർ കോഫിയാണ് കുടിക്കാറുള്ളത്. ഭക്ഷണമൊക്കെ കഴിച്ച ഈ തിരുവണ്ണാമലയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറയുന്നത് അണ്ണാമലയാർ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗോപുരങ്ങളുണ്ട്. ഏകദേശം 9 ഗോപുരങ്ങളുടെ അടുത്ത് നമുക്ക് കാണാനായിട്ടുണ്ട്. എല്ലാം പല ഭാഗങ്ങളിലായിട്ടാണുള്ളത്. ഇവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട്. ആ ഗോപുരവും ഈ ഭാഗത്താണ്. സൂര്യാസ്തമയം ആകാനായി. അതിനു മുന്നേ തന്നെ ഈ ഗോപുരത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. അങ്ങ് ദൂരത്തായി മറ്റൊരു തേര് കൂടെ നമുക്ക് അവിടെ കാണാനായി സാധിക്കും. തേരുകളപ്പോൾ ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുകയാണ്.
ഇവിടെ നാളികേരം ഉടക്കുന്ന ഒരു സ്ഥലമാണ്. തിരുവണ്ണാമലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം ഇതാണ്, അണ്ണാമലയാർ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗോപുരം ഇത് തന്നെയാണ്, രാജഗോപുരം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഇനി ഇതുവഴിയാണ് നമുക്ക് കയറാൻ പറ്റുക. ഇതിലൂടെ ആ ഭാഗത്തേക്ക് പോയി നോക്കാം. ഈ സമയത്ത് തിരക്കുണ്ടെന്നോ ക്യൂ ഒക്കെ എങ്ങനെയാണെന്ന് പോയി തന്നെ നോക്കണമല്ലോ. ഇതിലൂടെ നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ താൽക്കാലികമായിട്ട് ആക്കിയതാകാനാണ് സാധ്യത. റോഡിൻ്റെ അവിടെ നിന്ന് ക്ഷേത്രഭാഗത്തേക്ക് നടന്നു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി ഇതാണ്. ഇപ്പോൾ ഇവിടെ പണികൾ നടക്കുന്നതുകൊണ്ടാണ് അതിപ്പോൾ ക്ലോസ് ആയത്. മറ്റൊരു വഴി നമുക്ക് കയറി വരാം. ഇവിടെ തിരുവണ്ണാമലയിൽ ആകെ 9 ഗോപുരങ്ങളാണുള്ളത്. അതിൽ 4 ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായും ക്ഷേത്രത്തിൻ്റെ അകത്ത് 5 ഗോപുരവുമാണുള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോപുരം നേരത്തെ പറഞ്ഞല്ലോ, രാജഗോപുരമാണ്. അതായത് കിഴക്കേ ഗോപുരം. ഇതിനാകെ 11 നിലകളാണുള്ളത്. ഇത്രയും മുകളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ച കാണാം. അതുപോലെ തന്നെ നല്ല കൊത്തുപണികളും കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഗോപുരമില്ലേ, ഇത് തഞ്ചാവൂർ നായകർ രാജവംശം നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ക്ഷേത്ര ഗോപുരം കൂടിയാണ്. അതിൻ്റെ ആ ഒരു പഴക്കം കൂടെ അവിടെ കാണാം. അതുകൂടാതെ തന്നെ ഇവിടെ ശിവ എഴുതിയതും കൂടെ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. AD 9-ാം നൂറ്റാണ്ടിൽ തമിഴ് വാസ്തുവിദ്യ പ്രകാരം ചോളന്മാർ നിർമ്മിച്ച ഈ ക്ഷേത്രം അരുണാചല ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൂടാതെ തന്നെ ഇവിടുത്തെ ദേവത എന്ന് പറയുന്നത് ശിവനും പാർവതിയുമാണ്. എവിടെ പോയാലും നവി അവിടുത്തെ ഫോട്ടോഗ്രാഫറായി മാറും. കാരണം ഫോട്ടോ എടുത്തു കൊടുക്കാൻ നല്ലൊരാളെ തന്നെ വേണമല്ലോ. പ്രധാനമായും ഈ ഒറ്റയ്ക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ഫോട്ടോ ഒക്കെ ഇത്രയും നല്ല ഗോപുരത്തിന് മുന്നിൽ നിന്ന് നല്ല ഫോട്ടോ എടുത്ത് കൊടുക്കാൻ നല്ലൊരാൾ തന്നെ വേണ്ടേ. അതിനാണ് ഇവിടെ നവി. ഇവിടെ പോയാലും കണ്ടില്ലേ, നല്ല ഒരു പൊസിഷനിൽ തന്നെ കിട്ടണം. കാരണം നോർമലി ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്താലൊന്നും കിട്ടില്ല. ആ ഗോപുരത്തിൻ്റെ മുകൾ ഭാഗം വരെ നമുക്ക് കാണണമല്ലോ. ഈസ്റ്റ് ഗോപുരം, അതായത് രാജഗോപുരം കണ്ടില്ലേ. ഇനി ഇവിടുത്തെ മറ്റ് 3 ഗോപുരം കൂടെ കാണണം. ഇതിൻ്റെ മറ്റ് ഭാഗത്തേക്ക് നമുക്ക് ഇതുവഴി നടക്കാം. ഈ ഗോപുരത്തിൻ്റെ ഈ ഭാഗത്തേക്കുള്ള വണ്ടിയൊക്കെ പോകും. ദർശനത്തിനുള്ള ആൾക്കാരുടെ ക്യൂ ആണിത്. ക്ഷേത്ര ചുറ്റുമതിലാണ് ഈ കാണുന്നത്. ഇതിലൂടെ വണ്ടികൾ കൂടെ പോകുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൃത്തികേടുള്ളത്. ഈ ചെറിയ കടകളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വൃത്തികേടായിട്ടുണ്ട്. ഹലുവ, കുറച്ച് ബേക്കറി ഐറ്റംസ് ആണ് ഇവിടെ. ഈ ഭാഗത്തെത്തുമ്പോൾ രാജഗോപുരത്തിൻ്റെ ഒരു കാഴ്ച കാണുന്നില്ലേ. നേരത്തെ അവിടുന്ന് കണ്ടതിനേക്കാൾ നല്ല വ്യക്തതയോടെ ഇവിടുന്ന് കാണാം. ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഇവിടെ തന്നെ ഒരുപാട് റൂംസൊക്കെ നമുക്ക് കാണാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നോക്കി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തോ ഞങ്ങൾ റൂം എടുത്ത ഭാഗത്തോ, അതല്ല കുറച്ചും കൂടി എളുപ്പത്തിന് ക്ഷേത്രത്തിലേക്കൊക്കെ പെട്ടെന്ന് പോയി വരാനാണെങ്കിൽ ഈ ഭാഗത്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തൊരു ഗോപുരം നമുക്ക് ഇവിടുന്ന് കാണാം. ഈ ഗോപുരം നല്ലൊരു സ്ഥലത്ത് തന്നെയാണ്. അതായത് ഇവിടുന്ന് നോക്കിയാൽ ആ ഗോപുരവും മലനിരകളും ഒരുമിച്ച് കാണാം. ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരം, ഇതിൻ്റെ പേര് അമ്മണി അമ്മാൻ ഗോപുരം എന്നാണ്. അവിടെ ഒരുപാട് കുരങ്ങുകൾ ഇരിക്കുന്നത് നമുക്ക് കാണാം. നോർത്ത് ഗോപുരം, ഒരുപാട് കുട്ടിക്കുരങ്ങുകൾ നമുക്ക് കാണാം. ഇതിലത്തെല്ലാം ചിത്രപ്പണികൾ, അതായത് ആ ഒരു കൊത്തുപണികൾ കണ്ടോ, എന്തൊരു മനോഹരമാണല്ലേ. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു വെച്ചതാണ്. ഓരോന്നും വളരെ കൃത്യതയോടെയല്ലേ ഇത്. ഓരോ പണികൾക്കും ഓരോ എന്താ പറയുക ആശയങ്ങളുണ്ട്.
ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടുക. ഗോപുരത്തിൻ്റെ താഴെ ഭാഗത്ത് തന്നെ ദർശൻ എൻട്രി 50, ഒരാൾക്ക് 50 ആണെന്ന് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം. ഇനി 2 ഗോപുരങ്ങൾ കൂടെ കാണാനുണ്ടല്ലോ, അതിനി ഇതുവഴി നടക്കാം. ഗോപുരം കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണുവാണെങ്കിൽ ഇങ്ങനെയാണ്. ഇതാ ഇവിടെ വരെ ആ ഒരു കൊത്തുപണി കാണാം. അരുണാചല മലനിരകളാണ് ഈ കാണുന്നത്. മലനിരകളുടെ താഴെയാണ് ക്ഷേത്രം. രാജഗോപുരത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പ്രധാനമായും ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഈ മലനിരകളെയും കാണാം. ഈ മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ മുഴുവൻ കാഴ്ചയും നമുക്ക് കാണാൻ പറ്റിയേനെ. ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒരു നല്ലൊരു റോഡുള്ള ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഇതിൻ്റെ മറ്റു ഭാഗത്തേക്കെല്ലാം വർക്ക് നടക്കുകയാണ്. കാരണം ഇതുപോലുള്ള വഴികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഇവിടെ. നിങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കാനില്ല. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. വെസ്റ്റ് ഗോപുരത്തിൻ്റെ ഇവിടെ എത്തിയേ. അങ്ങ് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണുന്നത്. പേ ഗോപുരം, അതായത് വെസ്റ്റ് ഗോപുരമാണ് ഇത്. അതായത് ഈ തമിഴിൽ പേ എന്ന് പറയുന്നത് പ്രേതം, അങ്ങനെയല്ലേ ഒരു അർത്ഥം വരുന്നത്. ഇത് അത്യാവശ്യം ചെറിയൊരു ഗോപുരമാണ്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതുവഴി ഭക്തർക്ക് പ്രവേശനമില്ല. അതിൻ്റെ കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം 3 ഗോപുരം നമ്മളിവിടെ കണ്ടു, വെസ്റ്റ്. ഇനി അവസാന ഗോപുരത്തേക്ക് ഇതുവഴി നടക്കാം. എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടത് ഈ ക്ഷേത്ര ഗോപുരമില്ലേ, അല്ലെങ്കിൽ ഈ ക്ഷേത്ര മതില്, ഇതിനോട് ചേർന്ന് തന്നെ നല്ല വഴികളും നല്ല റോഡുകളൊക്കെയാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. കുറച്ച് ഭാഗത്തേക്ക് പണിയും നടക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അതും അടിപൊളിയാവും. അതിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ അടിപൊളിയാണെന്ന്. ഇനി മറ്റേ ഗോപുരത്തിൻ്റെ ഭാഗത്തേക്ക് ഇതുവഴിയാണ് പോകാനുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4ാമത്തെ ഗോപുരം ഇതാണ്, സൗത്ത് ഗോപുരം. ഇതിൻ്റെ പേര് തിരുമഞ്ജന ഗോപുരം എന്നാണ്. തിരുമഞ്ജനം എന്ന് പേര് വരാൻ കാരണം തിരുമഞ്ജനം എന്നത് ഒരു ദേവതയെ കുളിപ്പിക്കുന്നതിന് പുണ്യജലമാണ്. എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിന്റെ കവാടം തുറക്കുന്നതിന് മുമ്പേ പുണ്യജലം ഈ ഗോപുരത്തിലൂടെ കൊണ്ടുവന്ന് കൊടിമരത്തിന് സമീപം ഒഴിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഗോപുരത്തിന് തിരുമഞ്ജന ഗോപുരം എന്നൊരു പേര് വരാൻ കാരണം. ഇപ്പോൾ 5:59 ഇവിടെ ലൈറ്റൊക്കെ ഇട്ടു. ശിവ ഇവിടെ എഴുതിയത് കാണാം. എല്ലാ ഗോപുരത്തിലും കൊത്തുപണികളും നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. നേരത്തെ കണ്ട ഗോപുരത്തേക്കാൾ കുറച്ച് വലിയൊരു ഗോപുരം തന്നെയാണിത്. ഇനി ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തുനിന്ന് ഞങ്ങൾ ഇതുവഴി നടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പുറത്തെ 4 ഗോപുരങ്ങളാണല്ലോ നമ്മൾ കണ്ടത്. എന്നാൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഇനിയും 5 ഗോപുരങ്ങൾ കൂടിയുണ്ട്. പക്ഷേ നമുക്ക് പുറത്ത് മാത്രമേ വീഡിയോ എടുക്കാനുള്ള അനുമതിയുള്ളൂ. ക്ഷേത്രത്തിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഇവിടുന്ന് ഈ ഭാഗത്തേക്കാണ് മലനിരകളുള്ളത്. മലനിരകളുടെ നല്ലൊരു വ്യൂ ഇവിടെ നിന്നും കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വൃത്തിയുടെ കാര്യം, ഇവിടെ വളരെ വൃത്തിക്കുറവാണ്. ഏറ്റവും പ്രധാന ഭാഗമായ രാജഗോപുരമുള്ള ഭാഗമില്ലേ, അവിടെയാണ് അടിപൊളി. ഗിരിവലപ്പാത, അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ കണ്ട അരുണാചല മലനിരകളില്ലേ, അതിൻ്റെ താഴ്വാരത്ത് തീർത്ഥാടനം ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടത്തേക്ക് പോകാനുള്ള ആ ഒരു സ്ഥലമാണിത്. ഞങ്ങൾ എന്തായാലും ഇത്തവണ ഈ ഭാഗത്തേക്ക് പോകുന്നില്ല, കാരണം കുറച്ച് വൈകിയല്ലോ. ഇവിടുന്ന് 14 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അതായത് ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ സൗത്ത് ഗോപുരമാണ്.
ആ ഭാഗത്ത് നേരെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗം കൂടെ സന്ദർശിക്കുക. ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും നല്ലത് രാവിലെ ഇറങ്ങുന്നതാണ്. രാവിലെ ഇറങ്ങിയാൽ നമുക്കെല്ലാം നല്ലതുപോലെ കണ്ടിട്ട് വരാം. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ തന്നെ കണ്ടു തുടങ്ങിയത് 4:30-ക്ക് ശേഷമാണ്. കുറച്ച് നടക്കുമ്പോൾ തന്നെ നല്ല ഇരുട്ട് വന്നു. ഇപ്പോൾ 7 മണിയാകാനായി. കുറേ ആൾക്കാർ ഗിരിവലത്തിൻ്റെ അടുത്തേക്ക് നടന്നിട്ടാണ് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനമായ രാജഗോപുരമുള്ള ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഇവിടെ ഇപ്പോൾ ഈ വഴിയിലൊക്കെ വെള്ളമാക്കിയിട്ടുണ്ട്. കാരണം പൊടി വാർന്നത് ഒഴിവാക്കാനാണ്. ഞങ്ങളിനി നേരെ ഇവിടുന്ന് റൂമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. എന്തായാലും രാത്രിക്കും നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ. എന്തുകൊണ്ടും തിരുവണ്ണാമല ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാം അടുത്തടുത്ത് തന്നെയാണ്, നല്ല സൗകര്യമുണ്ട്. ഞങ്ങൾ തിരിച്ച് റൂമിന്റെ ഭാഗത്തെത്തിയേ. നമ്മളിന്ന് പോയ അണ്ണാമലയാർ ക്ഷേത്രമില്ലേ, ഇതാകെ 25ഓളം ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആ ക്ഷേത്രം ഉൾപ്പെടെ ഈ തിരുവണ്ണാമലയിൽ 7 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പോയാലും ഗിരിവലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം പോകാനുണ്ട്. നടന്നു പോകുന്നവരുണ്ട്, പിന്നെ മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ അവിടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ തിരുവണ്ണാമലയെ സന്ദർശിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പല ഹിസ്റ്ററികളും നമ്മൾ നോക്കുകയുണ്ടായി. ഒരുപാട് എന്താ പറയുക, ഈ ശരിക്കും പറയുകയാണെന്നുണ്ടല്ലോ, ഇതിന് ഒരുപാട് ചരിത്രമുണ്ട്. അതായത് ഈ ഒരു ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ തിരുവണ്ണാമലയ്ക്ക് വളരെയധികം എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലം കൂടിയാണ്. അതെ, അപ്പം എന്താ പറയുക, തിരുവണ്ണാമലേൻ്റെ ചെറിയൊരു കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെടുന്നവരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു മാറ്റസിനെ കിട്ടുന്നതിലേക്കും ബൈ ബൈ.